നെക്സ്റ്റ് സെക്ഷൻ ആണ് Fourier Cosine integral and Fourier Sine integral. നേരത്തെ പറഞ്ഞ പോലെ തന്നെ f of x എന്ന് പറയുന്നതിന്റെ ഫോം ഇന്റഗ്രൽ 0 to infinity a of w cos w x dw where a of v ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട് 2 divided by pi into integral 0 to infinity f of v cos w v dv. അപ്പൊ ഇതാണ് Fourier Cosine integral എന്ന് പറയുന്നത്. കൊസൈൻ എന്ന് പറയുമ്പോൾ തന്നെ കോസിന്റെ ടേംസ് ഇൻവോൾവ് ചെയ്യുക. കൊസൈൻ കോസ് വരുന്ന ഇന്റഗ്രൽ. അതുപോലെ തന്നെയാണ് Fourier Sine integral എന്ന് പറയുന്നത്. f of x is equal to integral 0 to infinity b of w sin wx dw where b of w ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 2 divided by pi into integral 0 to infinity f of v sin wv dv. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഫൈൻഡ് ദ Fourier Cosine integral of f of x ഒന്നില്ലെങ്കിൽ അങ്ങനെ തരാം, അല്ലെങ്കിൽ ഫൈൻഡ് ദ Fourier Sine integral of f of x. നിങ്ങൾ പഠിക്കുന്നത് തന്നെ Fourier integral ആണെങ്കിലും Fourier ട്രാൻസ്ഫോം ആണെങ്കിലും രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ചെറിയൊരു ഫംഗ്ഷൻ നമ്മളിവിടെ Fourier ട്രാൻസ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു FC ക്യാപ്പ് പറ്റുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ Fourier Sine ട്രാൻസ്ഫോമിലാണെങ്കിൽ നമ്മളിവിടെ ഒരു FS ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻസ് ചെയ്യുന്നു. അത് രണ്ടും സെയിം തന്നെയാണ്. ഈ ഒരു Fourier and Cosine and Sine ഇന്റഗ്രലിലെ തന്നെ ഒന്ന് രൂപമാറ്റം ചെയ്തത് തന്നെയാണ് Fourier ട്രാൻസ്ഫോം അല്ലെങ്കിൽ Fourier Cosine ട്രാൻസ്ഫോം, അതല്ലെങ്കിൽ Fourier Sine ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ f of x എന്ന് പറയുന്നത് e raised to minus kx ആണ്. f of x എന്ന് പറയുന്നത് e raised to minus kx തന്നിട്ടുണ്ട്. x greater than 0 രണ്ട് പോസിറ്റീവ്, k greater than 0. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷന്റെ Fourier Sine and Cosine ഇന്റഗ്രൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾക്ക് f of x എന്ന് പറയുന്ന കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? കൊസൈൻ ഇന്റഗ്രൽ പറയുമ്പോൾ f of x ന്റെ റെപ്രസെന്റേഷൻ എന്താണ്? f of x is equal to integral 0 to infinity a of w cos w x dx. ഇനി അതിലെ a of w നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. 2 divided by pi integral 0 to infinity f of v cos w v dv. ഇനി f of x എന്ന് പറയുന്നത് e raised to minus kx ആണെങ്കിൽ f of v എന്ന് പറയുന്നത് എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity f of v പറയുന്നത് എന്താ? x പോയിട്ട് എന്തായി മാറും? v ആയിട്ട്. അപ്പൊ e raised to minus kv cos wv dv. നമ്മൾ ഓൾറെഡി റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ e raised to x into cos bx എന്ന് പറയുന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് e raised to ax divided by a square plus b square. റിസൾട്ട് ഉണ്ട്. ഇന്റഗ്രൽ e raised to ax cos bx ആണ് e raised to ax divided by a square plus b square a cos bx plus b sin bx. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഇവിടത്തെ നമ്മൾ എഴുതുക e raised to minus kv cos wv dv എടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് മൈനസ് കെയും അതുപോലെ തന്നെ b എന്ന് പറയണതിന് അവിടെ എന്താണ്? cos w ആണ്. ഓക്കെ, w ആണ് നമ്മളുടെ b എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus kb divided by a square plus b square. a square പറയുന്നത് എന്താണ്? ഇവിടെ a എന്ന് പറയുന്നത് മൈനസ് k. അപ്പൊ k square plus omega square into a എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, നമ്മുടെ റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനുള്ളത് ഇന്റഗ്രൽ 0 to infinity e raised to minus kv cos wv dv എന്ന് പറയുന്നത് എന്താ? ഇതിന് നമ്മൾക്ക് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം. ഓവർ ടു ദ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. cos wx plus w sin wx ഓവർ ടു ദ ലിമിറ്റ് 0 to infinity കൊടുക്കാം. ഇനി e raised to minus infinity കൊടുക്കുമ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആവും. അപ്പൊ 0 പ്ലസ് 0 മൈനസ് വരും.
പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാരണം e raised to minus infinity വരുമ്പോൾ ഈ ടേം 0 ആയതുകൊണ്ട് നമുക്ക് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്സ്റ്റ് 0 എഴുതുമ്പോൾ e raised to 0 ഡിവൈഡഡ് ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് k കോസ് ഒമേഗ, ആക്ച്വലി ഇത് v ആണ് കേട്ടോ, സോറി, k ഇൻറ്റു മൈനസ് k ഇൻറ്റു കോസ് w ഇൻറ്റു 0 പ്ലസ് w ഇൻറ്റു സൈൻ w ഇൻറ്റു 0 കിട്ടും. അപ്പൊ ഇവിടെ വരുമ്പോൾ മൈനസ് 1 ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ കോസ് 0 പറയുന്നത് എന്താ 1, ദാറ്റ് ഇസ് മൈനസ് k പ്ലസ് സൈൻ 0 പറയുന്നത് എന്താ 0. അപ്പൊ ആൻസർ പറയുന്നത് നമുക്ക് കിട്ടുന്നത് k ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ a ഓഫ് wയില് ഈ ഇന്റഗ്രൽ പാർട്സ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ a ഓഫ് w എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ പൈ ഇന്റഗ്രൽ വാല്യൂ. ഈ ഇന്റഗ്രൽ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടി? k ഡിവൈഡ് ബൈ 2 പൈ ഇൻറ്റു k ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഇതാണ് a ഓഫ് w. അങ്ങനെയാണെങ്കിൽ കൊസാൻ ഇന്റഗ്രൽ നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ നമുക്ക് എഴുതാം f ഓഫ് x ഇസ് ഈക്വൽ ടു f ഓഫ് x പറഞ്ഞാൽ എന്താ? e raised to minus kl which is equal to എന്താ? 2k pi integral 0 to infinity. a of w പറയുന്നത് എന്താണ്? a of w, ഓക്കെ, കൊസാൻ ഇന്റഗ്രൽ ഇതുണ്ട്. കൊസാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് f of x is equal to integral 0 to infinity a of w cos omega x dx. ഇന്റഗ്രൽ 0 to infinity a of w പറയുന്നത് ഇപ്പൊ എന്ത് കിട്ടിയിട്ടുണ്ട്? 2k pi ഡിവൈഡഡ് ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു cos omega x dx. ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 2k ഡിവൈഡഡ് ബൈ പൈ ഇന്റഗ്രൽ 0 to infinity. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗയിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഒമേഗ ടേമിനൊക്കെ ഇന്റഗ്രൽ ഇതിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ cos omega x ഡിവൈഡഡ് ബൈ k സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ dw. ഇതാണ് എന്തെന്ന് പറയുന്നത്? തന്നിരിക്കുന്ന കൊസാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് f ഓഫ് x പറയുന്നത് e raised to minus kx തന്നിട്ടുണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2k pi in this one ഇന്റഗ്രൽ 0 to infinity cos omega x divided by k, sorry, okay, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. f ഓഫ് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus kx equal to 2k divided by pi integral 0 to infinity cos omega x divided by k square plus omega square d omega. അപ്പൊ ഇത് നമ്മൾ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇന്റഗ്രൽ പാർട്സിന് കൊടുക്കുക. ഇന്റഗ്രൽ 0 to infinity cos omega x divided by k square plus omega square dw എന്ന് പറയുന്നത് എന്താണ്? ഇതിവിടെ കൊടുക്കുക. pi into e raised to minus kx divided by 2k. ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പൊ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? pi into e raised to minus kx divided by 2k. ഇതാണ് കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സൈൻ ഇന്റഗ്രൽ കാണണം. അപ്പൊ സൈൻ ഇന്റഗ്രൽ ബൈ ഡെഫിനിഷൻ f ഓഫ് x is equal to എന്താണ്? ഇന്റഗ്രൽ 0 to infinity b of w. Okay. b of w sin omega x dw, where b of w is equal to 2 divided by pi into integral 0 to infinity f of v sin omega v dv. ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ b of w സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇന്റഗ്രൽ 0 to infinity f of x എന്ന് പറയുന്നത് എന്താണ്? e raised to minus kx ആണെങ്കിൽ ഇവിടെ എന്ത് വരും? e raised to minus kv sin omega v dw, സോറി dv. ഓക്കെ, അപ്പൊ ഇവിടെ പറയണത് a എന്ന് പറയണത് മൈനസ് കെയും b എന്ന് പറയണത് ഒമേഗയാണ്. സോ നമ്മളുടെ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട്, നേരത്തെ നമ്മൾ പഠിച്ച അതേ റിസൾട്ട് തന്നെ ഇന്റഗ്രൽ എന്താണ്?
ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇതാണ് ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഓക്കെ ഇപ്പൊ ഇതിൽ നമ്മൾ ലിമിറ്റ്സ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് എന്ത് വരും 0 to ഇൻഫിനിറ്റി പറ്റ് വരും. ഇനി ഇവിടെ ഇൻഫിനിറ്റി വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈനസ് കെ ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പൊ ഇ റേസ് ടു മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിൽ ഇൻഫിനിറ്റി കൊടുത്തത് നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ടേം കംപ്ലീറ്റ്ലി 0 ആവും. സെക്കൻഡ് ടേം 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ഇ റേസ് ടു 0 ദാറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അതിൽ പിന്നെ വരുന്ന ടേം പറയുന്നത് എ സൈൻ ബി എക്സ് ആണ്. എ സൈൻ ബി എക്സിൽ 0 കൊടുക്കുമ്പോൾ എന്ത് വരും എ സൈൻ 0 ദാറ്റ് ഇസ് അവിടെ ഇതാക്കും. അതുപോലെ മൈനസ് ബി കോസ് ബി എക്സ് ദാറ്റ് ഇസ് മൈനസ് ബി പറഞ്ഞത് എന്താ ഡബ്ല്യു അല്ലെങ്കിൽ ഒമേഗ. അപ്പൊ മൈനസ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ഇൻറ്റു 0 പറയുന്നത് എന്താണ് ആക്ച്വലി 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു മൈനസും ഉണ്ടാവും. വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു മൈനസ് ഒമേഗ കിട്ടും. ദാറ്റ് ഇസ് ഒമേഗ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് നമ്മളുടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബി ഓഫ് ഡബ്ല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊരു 2 ഡിവൈഡഡ് ബൈ പൈ ഇന്റഗ്രൽ വാല്യൂ പറയുന്നത് ദിസ് വൺ ആണ്. അപ്പൊ ഇതാണ് ബി ഓഫ് ഡബ്ല്യൂ പറയുന്നത്. ഇനി നമ്മളുടെ എന്ത് ചെയ്യണം ഫോറിയർ സൈൻ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഫോറിയർ സീരീസ് ഫോറിയർ സൈൻ സീരീസ്. അപ്പൊ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യൂ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യൂ പറയുന്നത് എന്താ 2w ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഡബ്ല്യു. ഇതിൽ നമ്മൾ ഒമേഗ കോൺസ്റ്റന്റ് ടേമിന് മാത്രം ഔട്ട് സൈഡ് എടുക്കുക. ഇന്റഗ്രൽ ദിസ് വൺ ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൽ നിന്നും എഫ് ഓഫ് എക്സ് പറയുന്നത് എന്താ മൈനസ് കെ എക്സ് ആണ്. സോ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഒമേഗ ബൈ കെ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എക്സ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മളുടെ ഫോറിയർ സൈൻ സീരീസും അതുപോലെ തന്നെ ഫോറിയർ കൊസൈൻ സീരീസും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ നമ്മളുടെ ഡെഫിനീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഡെഫിനീഷൻ നമുക്ക് ഇന്നുണ്ട്. അതിൽ എ ഓഫ് ഡബ്ല്യു കാണാനുള്ള ഒരു ഫോർമുലയും നമുക്ക് ഇന്നുണ്ട്. സോ അതിലുള്ള ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇന്റഗ്രേഷൻ തെറ്റാണ്ട് ഇതാക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 റിസൾട്ട് ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സും അതുപോലെ ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സും ആ 2 റിസൾട്ടുകളും ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് ഇന്റഗ്രൽ വാല്യൂ കിട്ടും. പിന്നെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടുകളാണ്. അപ്പൊ അത്രയും കാര്യങ്ങളെ ഈ ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ മെയിൻ ആയിട്ടും ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ. ഇനി വർക്ക് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ് യൂസിങ് ഇപ്പൊ ഇതോടെ ഒരു വർക്ക് ചെയ്ത പ്രോബ്ലം ആണ്. യൂസിങ് ഫോറിയർ ഇന്റഗ്രൽ പ്രൂവ് ദാറ്റ് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 4 ഡി ഡബ്ല്യു. അപ്പൊ നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സിന്റെ എന്താ കാണേണ്ടത് ഈക്വൽ ടു ദിസ് ഇന്റഗ്രലിനോട് ഈക്വൽ ആണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഇന്റഗ്രൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോസ് ഒമേഗ എക്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ കോസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്റഗ്രലിൽ കോസ് വന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് അപ്ലൈ ചെയ്ത് പോയാൽ മതി ഫോറിയർ കൊസാൻ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. അപ്പൊ കൊസാൻ ഇന്റഗ്രലിന്റെ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യു കോസ് എ ഓഫ് ഡബ്ല്യു അല്ലെങ്കിൽ എ ഓഫ് ഒമേഗ ഇൻറ്റു എ ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല. അതിൽ നിന്നും എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഫോർമുലയും കാര്യങ്ങളൊക്കെ കേട്ടോ. എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി 2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി. അപ്പൊ നമ്മൾ അതിൽ ആദ്യം ഫസ്റ്റ് കാണുന്നതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ
ഇൻറ്റു കോസ് ഒമേഗ. എ ഒമേഗ എന്ന് പറയുന്നത് ഫസ്റ്റ് കോസ് ഒമേഗ ഒരു ടേം, ബാക്കിയുള്ള ഇന്റഗ്രൽ ഇതൊക്കെ എ ഒമേഗയുടെ ടേംസുകളാണ്. ഓക്കെ, അതായത് ആക്ച്വലി ഇങ്ങനെ വരും. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of omega cos omega x d omega. സോ എ ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് തന്നെ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 to infinity എ ഒമേഗ പറയണ ആക്ച്വലി കോസ് ഒമേഗ എക്സ് ഇവിടെ ഇതാ കോസ് ഒമേഗ എക്സ് എ ഓഫ് ഡം എന്താ ഈ ഇന്റഗ്രൽ ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി. ഇതാണ് എന്ത് തന്നിരിക്കുന്ന ഫോർമുല പറയുന്നത്. ഇനി ഇന്റഗ്രൽ 0 to infinity കോസ് ഒമേഗ എക്സ് ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് വി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. e raised to minus x cos x ആണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to minus v cos v cos ഒമേഗ വി ഡി വി ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അല്ല 2π ഡിവൈഡ് ബൈ ഉണ്ട് കേട്ടോ, കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണിത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഇന്റഗ്രൽ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇന്റഗ്രൽ 0 to infinity e raised to minus v cos ഒമേഗ വി ഡി വി പറ്റി എടുക്കണം. ഇവിടെ പ്രോപ്പർട്ടീസ് ആണ് എടുത്തിരിക്കുന്നത്. cos a ഇൻറ്റു cos b എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി cos a പ്ലസ് ബി പ്ലസ് cos a മൈനസ് ബി അതാണ്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ cos a പ്ലസ് ബി എ എന്ന് പറയുന്നത് വിയും ബി എന്ന് പറയുന്നത് ഒമേഗ വിയും. സോ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി പ്ലസ് ഒമേഗ വി, ദാറ്റ് ഇസ് അതിൽ വി കോമൺ ചെയ്യാണ്. സോ ഒമേഗ പ്ലസ് 1 കിട്ടും. പ്ലസ് അടുത്തത് വി മൈനസ് ഒമേഗ വി. സോ വി അവിടെ കോമൺ ചെയ്യുമ്പോൾ ഒമേഗ മൈനസ് 1 കിട്ടും. അപ്പൊ ഇത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇന്റഗ്രൽ വാല്യൂ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 1/2 കോമൺ ചെയ്യുന്നു. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്നിട്ടും ഇന്റഗ്രൽ 0 to infinity e raised to minus v cos ഒമേഗ പ്ലസ് 1 വി അതൊരു ടേം പ്ലസ് ഇന്റഗ്രൽ നെക്സ്റ്റ് എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity. അത് ആക്ച്വലി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 1/2 ഇന്റഗ്രൽ 0 to infinity എന്ത് ചെയ്യുന്നു? e raised to minus v cos ഒമേഗ പ്ലസ് 1 വിയും അതൊരു ടേം പ്ലസ് ഇന്റഗ്രൽ 0 to infinity e raised to minus v cos ഒമേഗ മൈനസ് 1 വി ഡി വി. ഇങ്ങനെ നമ്മൾ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, ഇതിലും നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടുകളാണ് ഇതൊക്കെ. പ്രോപ്പർട്ടി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. 1/2 into 1 divided by omega plus 1 square plus 1 plus 1 divided by omega minus 1 square plus 1. ഇനി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഒമേഗ സ്ക്വയർ പ്ലസ് 2 divided by ഒമേഗ റേസ്ഡ് ടു 4 പ്ലസ് 4 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് ഈ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ആ നമ്മൾ ഇവിടെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടും 2 divided by ഇന്റഗ്രൽ 0 to infinity cos ഒമേഗ എക്സ്. ഈ വാല്യൂ പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? e raised to minus x cos ഒമേഗ എക്സ് ആണ്. സോ നമ്മൾ അവിടെ ചെയ്യുന്നു. ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള കേസാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ യൂസിങ് ഫോറിയർ ഇന്റഗ്രൽ പ്രൂവ് ദിസ് വൺ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ വാല്യൂല് വരുന്ന ആളാരാ നോക്കുക. അപ്പൊ ഇവിടെ കോസ് ഒമേഗ എക്സ് വന്നുകൊണ്ട് തന്നെ അവിടെ എന്താ അപ്ലൈ ചെയ്യുക? കൊസൈൻ സീരീസ് അല്ലെങ്കിൽ കൊസൈൻ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടെ സൈൻ ആണ് വന്നിരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? സൈൻ സീരീസ് അപ്ലൈ ചെയ്തിട്ട് വേണം റിസൾട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇത് തന്നെയാണ്. എഫ് ഓഫ് എക്സിൽ നമ്മുടെ ഫോർമുലയില് എ ഓഫ് ഡബ്ല്യു എന്ന് പറയുന്ന കോഎഫിഷ്യന്റിന്റെ ഫോർമുലയിൽ കൊടുത്തിട്ട് ഉള്ള വാല്യൂ എഫ് ഓഫ് എക്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ടുള്ള റീഅറേഞ്ച്മെന്റ് ആണ്. അവിടെ നമ്മൾ മെയിൻ ആയിട്ടും അവിടെ ഇന്റഗ്രേഷൻ ആണ് ശ്രദ്ധിക്കുക. ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്ന ആ റിസൾട്ടുകളാണ് അവിടെ വരേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഞാൻ സെൻഡ് ചെയ്യാം. അതിലെല്ലാം ഇത്ര തന്നെയാണ് പറയണതൊക്കെ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിലും മെയിൻ കാര്യങ്ങൾ തന്നെ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസും അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയുള്ള രണ്ട് ടേമാണ് ഞാൻ പറഞ്ഞു. ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിനെയും അതുപോലെ തന്നെ ഫോറിയർ സൈൻ ഇന്റഗ്രലിനെയും ജസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും അതുപോലെ തന്നെ ഫോറിയർ സൈൻ
ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് നമ്മുടെ ഓൾറെഡി ഉള്ള ഡെഫിനിഷൻ തന്നെയാണ്. ഇന്റഗ്രൽ 0 to infinity a of w cos omega x dw. a of w നമ്മുടെ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ 2 ഡിവൈഡഡ് ബൈ പൈനെ നമ്മൾ പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു എലമെന്റിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് എന്റെ സ്ക്വയർ പറഞ്ഞ ആക്ച്വലി എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ 2ന് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2. അതേപോലെ തന്നെ പൈനും എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് പൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് പൈ. ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ പൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ടേം. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഈ ബാക്കിയുള്ള ഈ ടേം 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി വിയിൽ തരുന്നു. പിക്ക് പകരം എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാം വ്യത്യാസമൊന്നുമില്ല. സോ അങ്ങനെ വരുന്ന ഫംഗ്ഷനാണ് എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പൊ കൊസൈൻ ഇന്റഗ്രലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് സി ക്യാപ്പ് ഓഫ് ഡബ്ല്യു. അതേപോലെ തന്നെ സിമിലർ വേയിൽ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ് എഫ് എസ് ഡബ്ല്യു ക്യാപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ കാണേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എന്ത് കാണണം? എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു കാണാം. എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് എവിടെ കൊടുക്കുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഇന്റഗ്രൽ എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ എന്തായി മാറി? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആയിട്ട് മാറി. സിമിലർലി നമുക്ക് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഇങ്ങനെ തന്നെ എഴുതാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആ ഇന്റഗ്രലിനെയും കൊസൈൻ ഇന്റഗ്രലിനെയും അതുപോലെ തന്നെ സൈൻ ഇന്റഗ്രലിനെയും ജസ്റ്റ് മാറ്റിയിട്ട് രണ്ട് ഫംഗ്ഷൻസ് ആക്കി മാറ്റി എഴുതണു എന്ന് മാത്രമല്ല. എഫ് സി ക്യാപ്പ് ആൻഡ് എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു ഈ പറഞ്ഞ രണ്ട് ടേമിലേക്ക് മാറ്റിയെന്ന് മാത്രം. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് ഹെൻസ് ഇവാലുവേറ്റ് ദിസ് വൺ. സോ ഈ ഇന്റഗ്രൽ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ഇതാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ എക്സ് നമുക്കറിയാം മോഡുലസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മൈനസ് എക്സും ആണ്. അപ്പൊ നമ്മളുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്ത്? 0 ടു ഇൻഫിനിറ്റിക്കാണ് ഇന്റഗ്രൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയിലെ എക്സ് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് മാറും? ഇ റേസ് ടു മൈനസ്, അതായത് മോഡുലസ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഇവിടെയുള്ള മൈനസും ചേർക്കുമ്പോൾ മൈനസ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പറയുന്നത് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. സോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം പ്രകാരം നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത്. സോ എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സോ നമ്മളിവിടെ എഫ് ഓഫ് എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? ഇ റേസ് ടു മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 2 divided by pi into integral 0 to infinity e raised to minus x sin omega x dx. നെക്സ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്ന് പറയുന്ന ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓവർ ടു ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി കൊടുക്കണം. സോ അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 0 ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോൾ. പിന്നെ മൈനസ് ഓഫ് ഇ റേസ് ടു 0 കൊടുക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ പൈ കിട്ടും. 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 0 ദാറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ കിട്ടും. സൈൻ 0 ആണ്. മൈനസ് ഒമേഗ കോസ് 0 1 ആണ്. അപ്പം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഓൾറെഡി ഇവിടെ ഒരു മൈനസ് വരും. ആ മൈനസ് പ്ലസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാണ് എന്ത്? എഫ് എസ് ക്യാപ്പ് ഓഫ് ഡബ്ല്യു വൺ. അത് നമ്മൾ ഡയറക്ട്ലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്. ഇനി ഇതിൽ നമ്മൾ എഫ് ഓഫ് എക്സിന് ഇ റേസ് ടു മൈനസ് എക്സ് കൊടുക്കുക. എന്നിട്ട് ഈ ഇന്റഗ്രൽ എങ്ങനെ മാറ്റുക? ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ടേമിനൊക്കെ ഔട്ട്സൈഡ് എടുത്തിട്ട് വിത്ത് റെസ്പെക്ട് ഒമേഗ ടേമിന് മാത്രം ആ ഇന്റഗ്രലിന്റെ ഉള്ളിലെടുക്കുക.
എന്നിട്ട് ബാക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ ഈക്വൽ ടു π/2 × e⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി π/2 × e⁻⁻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 ⁻ അപ്പൊ ആ പ്രോപ്പർട്ടി ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Fourier sine and cosine transform of f of x is equal to e⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ divided by x. സെയിം തന്നെ അവിടെ നേരത്തെ പറഞ്ഞ e⁻⁻x എന്ന് ചെയ്ത പോലെ തന്നെ e⁻⁻⁻x ചെയ്യുക. പിന്നെ അവിടെ ഒരു പ്രോപ്പർട്ടി, നമ്മുടെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ കാണാം. ഓക്കെ, അവിടെ കൊസൈനും കാണാം, അതുപോലെ തന്നെ സൈനും കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ കൊസൈൻ ആൻഡ് സൈൻ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇത്രയും നല്ലതുപോലെ പഠിക്കുക. ബാക്കിയുള്ളത് നമ്മൾ റിവിഷൻ സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം.